4 സംഭവങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ ഒട്ടാകെ നടക്കുന്ന 4 സംഭവം. അതിന്റെ കാരണങ്ങൾ എന്താ? ഈ ഒരു ഹദീസ് മാത്രം മതി, അത് പറഞ്ഞ നമുക്ക് നിർത്താം. ബാക്കി ഇതിന്റെ 2ാം ഭാഗം എവിടെയെങ്കിലുമൊക്കെ പ്രസംഗിക്കാം. അല്ല കവറിലെ കൂട്ടുകാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊന്നുമല്ല നാളെ മറ്റന്നാളൊന്നും പറഞ്ഞാൽ തീരുവല്ല സംഭവം. ഒരൊറ്റ ഹദീസ് കേട്ടോളി. ഉസ്താദന്മാരെ ഉലമാക്കളെയൊക്കെ എതിർക്കുമ്പോൾ സൂക്ഷിക്കണം. ഒരു പണ്ഡിതനെ ഒരു ഗ്രൂപ്പിൽ നമ്മൾ എതിർക്കാൻ നിൽക്കേണ്ട വിട്ടേരുന്നു. ഈ പണിക്കൊന്നും നമ്മൾ പോട്ടെ, നമ്മൾ എന്തിനാ എതിർക്കാനൊക്കെ പോകുന്നത്? അവരുടെ കാര്യം ഇതൊന്നും നന്നാവുന്ന ലക്ഷണമൊന്നുമില്ല. ഇത് തമ്മിലടിച്ച് മൊത്തം എല്ലാം 2 ഗ്രൂപ്പായി, മൊത്തത്തിൽ അടിച്ച് പിരിഞ്ഞ് എല്ലാവരും അടിയോടടി. ഒന്നും പറയാനേ വയ്യ. എല്ലാം അടിച്ച് വള്ളിക്കാത്ത കിടന്ന അടിയൽ എങ്ങനെ അള്ളാന്റെ സഹായം ഉണ്ടാകും? കേട്ടോ ഒരു ഹദീസ് കേട്ടോ. അലി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയെങ്കിലും നിങ്ങളെങ്കിലും മനസ്സിലാക്കുക. പള്ളിക്കുള്ളിൽ ഇത്രയും പേരെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. അൽഹംദുലില്ലാ. പിന്നെ ഈ ലൈവിൽ കേൾക്കുന്നവരെങ്കിലും മനസ്സിലാക്കുക. നമ്മൾ മുസ്ലിങ്ങളാണ്, നമ്മളാണെന്ന് ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്നത്, പരീക്ഷിക്കപ്പെടുന്നത് നമ്മളാണ്, വേറെ ആരുമല്ല. ഓർത്തുള്ളി, വേറെ ആരുമല്ല. ഇസം നോക്കിയിട്ടല്ല നമ്മളെ അടിക്കുന്നത് അക്രമികൾ, നമ്മൾ മുസ്ലിമീങ്ങൾ എന്ന ഒരൊറ്റ നിലയിലാണ്. അതുകൊണ്ട് ഈ മുസ്ലിം സഹോദരങ്ങൾ, ഉലമാക്കൾ, ആലിമീങ്ങൾ, അല്ലെങ്കിൽ സാധാരണക്കാരായ സത്യവിശ്വാസികൾ, അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ജീവിക്കും, അള്ളാഹയെ ഭയപ്പെട്ട് ജീവിക്കും. നമുക്ക് സഹായം കിട്ടണമെങ്കിൽ അതല്ലാതെ മറ്റു മാർഗമില്ല. ഇതൊക്കെ നബിയുടെ റസൂലുള്ളാഹി പറഞ്ഞിട്ട് പോയ കാര്യങ്ങളാണ്. അത് നമ്മൾ പഠിക്കാതെ പോയി, അതാണ് അതിന്റെ അർത്ഥം. അധികാരികളുടെ ഭാഗത്ത് നിന്ന് അക്രമമുണ്ടാകുമത്രേ. ക്രമികളായ ഭരണാധികാരികൾ ഉണ്ടാകും. നമുക്ക് സമാധാനവും സ്വൈര്യവും ഒന്നും കിട്ടൂല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും. അല്ലാഹു റസൂൽ പറഞ്ഞ ഇത് കാരണക്കാരൻ മുസൽമാൻ നീ തന്നെയാണ്. മൂന്നാമത് വൽ ഖിയാനതി മിൻ ഉലാത്തിൽ അഹ്കാം. ജഡ്ജിമാരിൽ നിന്ന് അനുകൂലമായ ഒരു നിയമവും അനുകൂലമായ ഒരു വിധിയും നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. ശരിയാണ്. ആ പാവം പിടിച്ച മദനിയിട്ട് ഇടങ്ങറാക്കുന്ന രംഗം, ആ ചങ്ങാതി എന്ത് ത്യാഗം, എന്ത് തെറ്റ് ചെയ്തിട്ടൊന്ന് ആലോചിച്ച് നോക്കുക അബീവേ. ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? കോടതിയിലാണ് നമുക്കൊരു വിശ്വാസം, അതുപോലും 4 മാസത്തിനുള്ളിൽ എത്രയും വേഗം അദ്ദേഹത്തെ മോചിപ്പിക്കണം, വിചാരണ പെട്ടെന്ന് പൂർത്തിയാക്കണം. കണ്ട് വർഷം 10 ആയില്ലേ? 10 വർഷം തമിഴ്നാട്ടിലും 10 വർഷം കോയമ്പത്തൂരിലും. പാവം എന്തായി അവസ്ഥ? ഈ മണ്ണിൽ വന്ന് ഇതേ സ്ഥലത്തുനിന്ന് പ്രസംഗിച്ച വ്യക്തിയല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക അബീവേ. നമ്മൾ ആരുടെ ഏത് നമ്മൾ സുപ്രീം കോടതി എടുത്ത് നമ്മൾ പോകും, ഹൈക്കോടതി എടുത്ത് പോകും, സുപ്രീം കോടതി. എവിടുന്ന് സമാധാനം കിട്ടാൻ? നീതിമാന്മാരായ ജഡ്ജിമാർ നമുക്ക് അവരെയാണ് അവസാനമായി നമ്മൾ ആശ്രയിക്കുന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ വിധിയും ഉണ്ടാവുകയില്ല. വഞ്ചനാപരമായ നിയമമായിരിക്കും അവർ നിങ്ങൾക്ക് നൽകുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. വൽ ഖിയാനത്തി മിൻ ഉലാത്തിൽ അഹ്കാം. 4ാമത് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു വസ്സൗലതി മിനൽ അദു. അക്രമികളും അഹങ്കാരികളും തമ്മാടികളും നിങ്ങളെ നടുറോഡിലിട്ട് തല്ലിച്ചതയ്ക്കുമത്രേ, ഒരാള് പോലും സഹായിക്കാനുണ്ടാവില്ല. ശരിയാണോ? ഈ 4 കാര്യം ഞാൻ പറഞ്ഞു, ശരിയോ തെറ്റോ? ഇന്ന് നടക്കുന്ന സംഭവമാണോ? ശരിയോ തെറ്റോ അബീബേ പറ. അല്ലാഹു റസൂൽ പറഞ്ഞ മുസ്തദറക് ഹാക്കിം അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. കാരണം 3 ഉസ്താദന്മാർ ഉലമാക്കളോടുള്ള വിരോധം. ഉലമാക്കൾ ശരി തന്നെ. ഞാനിപ്പോ പറഞ്ഞ സാധാരണക്കാരെന്ന് മാത്രമല്ല, ആ ഗ്രൂപ്പിലുള്ള ഉലമാക്കളെ ഈ ഗ്രൂപ്പുകാർ ചീത്ത വിളിക്കുന്നു, ഈ ഗ്രൂപ്പിലുള്ള ഉലമാക്കളെ ആ ഗ്രൂപ്പുകാർ ചീത്ത വിളിക്കുന്നു. ഇപ്പുറത്തെ ദഅവത്തിലെ ഉലമാക്കളെ അപ്പുറത്തെ ദഅവത്തിലെ ഉലമാക്കൾ ചീത്ത വിളിക്കുന്നു, അപ്പുറത്തെ ദഅവത്തിലെ ഉലമാക്കളെ ഇപ്പുറത്തെ ദഅവത്തിലെ ഉലമാക്കൾ ചീത്ത വിളിക്കുന്നു. ചീത്തവിളി ജനങ്ങളെ ഈ പാതിരാത്രി സമയത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് ദീനിന്റെ കാര്യം പറയലില്ല. അവനോട് കൂടരുത്, അവൻ പഴിച്ചവൻ കാവർ കള്ളഹമക്ക് ഹിമാറ് അവന്റെ കൂടെ കൂടിയാ നീയും പഴിച്ച്. ഈ പാതിരാ സമയത്ത് ഈ സാധുക്കളെയൊക്കെ വിളിച്ചു കൂട്ടി വന്നിരുന്ന് വലിയ ക്ലിപ്പ് വിട്ടിട്ട് അവന് മൂത്രമൊഴിക്കാൻ പോയത് അതെല്ലാം എടുത്ത് വെച്ച് കാണിച്ചുകൊണ്ട് ഈ ഉമ്മത്തിനെ ആകെ പഠിപ്പിക്കുകയാണ്. ഇതിന്റെ ഉലമാക്കള് അതിനുവേണ്ടി സമയം കണ്ടെത്തുകയാണ്. ഇവിടെ പലിശ, കഞ്ചാവ്, കൊച്ചുകുട്ടികളുടെ കഞ്ചാവിന് അടിമയാണ്. കൊച്ചുകുട്ടികളുടെ ഏതെങ്കിലും ഒരു മുസ്ലിയാക്കന്മാർ, ഏതെങ്കിലും ഒരു സംഘടനകള് ഈ കഞ്ചാവിനെതിരെ, ഈ മദ്യത്തിനെതിരെ, കൊച്ചുകുട്ടികള് വിഷമം വരും നമുക്ക്. വാപ്പയും മകനും തമ്മിൽ കഞ്ചാവ് കച്ചവടത്തിന്റെ പേരിൽ കുത്തിക്കൊല. അടുത്ത സമയത്ത് വാപ്പ മകനെ കുത്താണ്.
ഇതിനകത്ത് പറയാം, ഇതിരിക്കുന്നതുകൊണ്ട് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു കൗൺസിലർ, ഒരു ഡോക്ടർ എന്നോട് സംസാരിച്ച് കുറെ കാര്യങ്ങൾ, നൗദുബില്ല, എനിക്കത് കേൾക്കാൻ തന്നെ, എനിക്കത് പറയാൻ തന്നെ പറ്റൂല. അത് ഞാൻ ഈ ലൈവ് ഉള്ളതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാനാ ബീവേ? അത്രയ്ക്കും ക്രൂരത നടക്കുന്നു. സ്വന്തം മകളെ പിതാവ് ദിവസം തോറും മാനഭംഗപ്പെടുത്തുന്നു. ഉസ്താദന്മാർ ചോദിക്കുന്നു എന്താ പരിഹാരം? ഞങ്ങളെ കൊന്നുകളയും അയാൾ, വാപ്പയെയും ഭാര്യയും മകളെയും ഭാര്യയും കൊന്നുകളയും. എന്താണ് പരിഹാരം? എന്ത് ചെയ്യാൻ? തൂങ്ങിച്ചാവാൻ വേണ്ടി മകള് പോയി പല പ്രാവശ്യവും. എന്ത് ചെയ്യാൻ? ചിന്തിക്കണം. ഇതിനെതിരെ ഒരു പ്രചോദനം. ഈ ഉമ്മത്ത് പിഴച്ചു പോകുന്നു, ഈ ഉമ്മത്ത് നശിച്ചു പോകുന്നു. ഈ ഉമ്മത്തിനെ സംസ്കരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാന്റെ റസൂൽ വന്നത്, ഉലമാക്കൾ വന്നത്. അൽ ഉലമാ വറസത്തുൽ അംബിയ, അംബിയാക്കളുടെ പിൻഗാമികളായി, അനന്തരാവകാശികളായി ഈ ഉലമാക്കൾ രംഗത്തേക്ക് വന്നിട്ട് ഈ പിഴച്ചു പോകുന്ന സമൂഹത്തെ കൈക്ക് പിടിച്ചുകൊണ്ട് സത്യത്തിന്റെ ധർമ്മത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരേണ്ടതിന് പകരം ഗ്രൂപ്പിസം വളർത്തി അവന് സലാം പറയരുത്, ഇവന് സലാം പറയരുത്, അവനെ അംഗീകരിക്കരുത്, ഇവനെ അംഗീകരിക്കരുത്, അവന്റെ കൂടെ കൂടരുത്, ഇവന്റെ കൂടെ കൂടരുത്. മുസ്ലിം ഉമ്മത്ത് തലക്കെട്ടും കെട്ടി ദാടിയും വെച്ച് ജുബ്ബയിട്ടിട്ട് പരസ്പരം പള്ളിയിലും മർക്കസിലും കിടന്ന് അടിയും വഴക്കും ഉണ്ടാക്കി കുത്തിനു പിടിച്ചിട്ട് തെറിയും വിളിച്ചിട്ട് ഇവരൊക്കെ അള്ളാന്റെ റസൂലിന്റെ ഹദീദിനെ ധിക്കരിച്ചിട്ട് അള്ളാഹുവോട് ചോദിക്കുക, സഹായം താ അല്ലാ, സഹായം താ അല്ലാ, സഹായം താ അല്ലാ. സഹായം അല്ല തരാൻ പോകുന്ന, മറ്റേതടുത്ത് തരാൻ പോണ അല്ലാഹു തആല. അതെല്ലാം നടക്കുന്ന സംഭവം. മർക്കസിലടി, മസ്ജിദിലടി, മദ്രസയിലടി. എന്താ ഇത്? ഇത്ര നാളും പറഞ്ഞുകൊണ്ടാണ് എന്താ? ദീനിന്റെ കാര്യം, ദഅവത്തിന്റെ കാര്യം, അമലിന്റെ കാര്യം, സാലിഹായ അമലിന്റെ കാര്യം, അതൊക്കെ ഇപ്പൊ ഫാസിദാക്കല്ലേ? നമ്മൾ ചിന്തിക്കണം. ഇപ്പൊ ആരുടെ വാക്കാ നമ്മൾ കേൾക്കുക? ഏത് ആലിമിനെ പിൻപറ്റുക? ഏത് സമൂഹത്തെയും ഉമ്മത്ത് പിൻപറ്റുക? എന്റെ പൊന്നു മക്കളെ, ഈ പാവപ്പെട്ട നമ്മളാണ് ഇതെല്ലാം കുടുങ്ങി പോകാൻ പോകുന്നത്. സാധുക്കളായ നമ്മൾ ആരെ പിൻപറ്റും? നിങ്ങൾ പറയും, എവിടെ സഹായം കിട്ടും? നിങ്ങൾ പറയാ ബിവേ. വെറുതെ അല്ല ഈ മുസ്ലിങ്ങളുടെ മേൽ ഈ അക്രമികളായ ഭരണാധികാരികൾ കയറി കടന്നാക്രമണം നടത്തി. അള്ളാന്റെ റസൂൽ പറഞ്ഞ വാക്കാണ്, ഇത് സംഭവിക്കും. നിങ്ങൾ ഒറ്റക്കെട്ടായി റബ്ബിലേക്ക് മടങ്ങാത്തിടത്തോളം കാലം ഈ അടിക്ക് പരിഹാരം കാണുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. ഇത് അള്ളാന്റെ റസൂലിന്റെ വാക്കാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇല്ലെങ്കിൽ ഞാൻ ഇത് വീണ്ടും അടുത്തതിലേക്ക് പോയിക്കൊണ്ടിരിക്കും. സമയം ഇത്രയായി. നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ച് അള്ളാഹുവുമായി ബന്ധപ്പെട്ട് ഐക്യത്തിന്റെ മക്കളായി സാഹോദര്യം നിലനിർത്തി എല്ലാവരോടും സൗഹൃദ സംഭാഷണം നടത്തി ആരെയും വെറുപ്പിക്കേണ്ട, ഒരു ഹിന്ദുവിനെയും ഒരു ക്രിസ്ത്യാനിയെയും ഒരു മുസ്ലിമിനെയും നമ്മൾ വെറുപ്പിക്കേണ്ട. നമ്മളെല്ലാവരോടും നല്ല നിലയിൽ സന്തോഷത്തോടെ സൗഹാർദ്ദപരമായി നമുക്ക് ആ ഒരു ജീവിതം, അതാണ് നബിതങ്ങൾ കാണിച്ചത്. ഒരു ജൂതന്റെ മയ്യത്ത് കണ്ടിട്ട് ചാടി എഴുന്നേറ്റ് അള്ളാഹുവിന്റെ റസൂൽ ബഹുമാനിച്ചെങ്കിൽ നമ്മളൊരു ഹിന്ദുവിനെ ബഹുമാനിക്കണം, ഒരു ക്രിസ്ത്യാനിയെ ബഹുമാനിക്കണം, നമ്മുടെ അയൽപക്കത്തുള്ളവരെ ബഹുമാനിക്കണം. അങ്ങനെ അവരുമായുള്ള ആ ഒരു ചങ്ങാത്തം നിലനിർത്തി സന്തോഷത്തോടുകൂടി നമ്മുടെ ഇനിയുള്ള ശിഷ്ട ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി ആരെയും നമ്മൾ തെറി പറയാനും പോകണ്ട, ആരെയും നമ്മൾ ചീത്ത വിളിക്കാനും പോകണ്ട, ആരെയും പരിഹസിക്കാനും പോകണ്ട, ആക്ഷേപിക്കാനും പോകണ്ട. അങ്ങനെ ആക്ഷേപിക്കുന്ന മജ്‌ലിസിൽ നിങ്ങൾ പോവുകയും ചെയ്യരുത്. അങ്ങനെ ആക്ഷേപിക്കാൻ വേണ്ടി ഒരു മജ്‌ലിസ് നിങ്ങളുടെ മണ്ണിൽ കൊണ്ടുവന്നാൽ നിങ്ങൾ ഒരിക്കലും അതിനെ പ്രചോദനം ചെയ്യരുത്. അത് നിരുത്സാഹപ്പെടുത്തി നിങ്ങൾ അവിടെ നിന്ന് ആട്ടിപ്പായിക്കണം. കാരണം നമ്മുടെ സമുദായം തമ്മിലടിക്കുന്നത് നമ്മൾ നാളെ സാക്ഷിയാകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ അബ്ഗളൽ മുസ്ലിമൂന ഉലമാഅഹും വഅൽഹറൂ മവാഖീത അസ്വാഖിഹിം وتناكحوا على جمع الدراهم وأظهروا عمارة أسواقهم وتناكحوا على جمع الدراهم رماهم الله بأربع خصال أو كما قال رسول الله. എന്താ പറഞ്ഞത്? ശ്രദ്ധിച്ച അർത്ഥം പറയാൻ പോവാണ്. ഉറങ്ങുന്നവരെ തട്ടിക്കോ, ആരും ഉറങ്ങുന്നില്ല, എല്ലാവരും ഉണർന്ന് തന്നെ ഇരിക്കുകയാണ്. ഉറക്കം വന്ന് മുങ്ങിയാനെല്ലാവരും എഴുന്നേറ്റ് പോയെന്നെ. ശ്രദ്ധിക്കുന്നുണ്ട്. എന്തോ നന്നാവാൻ പ്ലാൻ ആയെന്ന് തോന്നുന്നു സംഭവം. ഇദാ ബഗളൽ മുസ്ലിമൂന ഉലമാഅഹും, മുസ്ലിമീങ്ങളെ ഉലമാക്കളെ വെറുത്താൽ, മുസ്ലിമീങ്ങൾ ഉലമാക്കളെ വെറുത്താലെന്ന മറ്റുള്ളവരല്ല, നല്ലവർ മനസ്സിലാക്കണം. മുസ്ലിങ്ങളല്ലേ മുസ്ലിയാക്കന്മാരെ പൊങ്കാലയിടുന്നത്? ആണോ? ഇല്ലേ? അല്ലേ? മുസ്ലിങ്ങളല്ലേ?
ഫേസ്ബുക്കിൽ വാട്സപ്പിലൂടെ ഒക്കെ ഇട്ട് പൊങ്കാലിടുന്ന ആരാ? മറ്റുള്ള മതക്കാരെ നമ്മൾ പറയേണ്ട, കുറ്റം പറയേണ്ട കാര്യമില്ല. ഒരു സാധു, ഒരു പാവം. അവർ തന്നെ ചോദിക്കുക, എന്തിനാ നിങ്ങളുടെ പല്ലൂത്തി നിങ്ങൾ മണപ്പിക്കുന്നത്, എന്തിനാണെന്ന് അവർ തന്നെ ചോദിക്കാൻ. നബി തങ്ങൾ പറഞ്ഞ കാര്യമാണിത്, ഞാൻ വെറുതെ പറയല്ലോ. ചിന്തിക്കൂ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ. മുസ്തദറക് ഹാക്കിം റിപ്പോർട്ട് ചെയ്താണ്, മനസ്സിലാക്കി, വെറുതെ പറഞ്ഞ വാക്കല്ല ഇത്. ഇദാ ബഗദൽ മുസ്ലിമൂന ഉലമാഅഹും, മുസ്ലിമീങ്ങൾ ഉലമാക്കളോട് വിരോധം പുലർത്തിയാൽ, അവരോട് പ്രകോപനം കാട്ടിയാൽ, അവരോട് വിദ്വേഷം വെച്ച് പുലർത്തിയാൽ, അവരെ ചൊടിപ്പിച്ചാൽ, അവരെ വെറുപ്പിച്ചാൽ, ഉസ്താദന്മാരോട് ദേഷ്യം പറയാ, അവരുടെ രഹസ്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക, അവരുടെ ന്യൂനതകളൊക്കെ പരസ്യപ്പെടുത്തുക. രഹസ്യം കണ്ടുപിടിച്ച് അത് രഹസ്യമായി നീ അങ്ങ് കൈകാര്യം ചെയ്തോ. അത് എന്തിന് പരസ്യപ്പെടുത്തണം? എനിക്കതാണ് ചോദ്യം. അള്ള പറഞ്ഞു പരസ്യപ്പെടുത്താൻ പാടില്ല എന്ന്. നീ അള്ളാഹെ കണ്ട് വലിയ ആളാവാ നിൽക്കുക, നിന്നെയും അള്ള ഇതേപോലെ പരസ്യമായിട്ട് നിന്ദിച്ചിട്ട് നിന്റെ റൂഹിനെ അള്ളാഹുത്തല എടുക്കുള്ളൂ. മനസ്സിലാക്കണം നമ്മൾ. ആയിക്കോട്ടെ, തെറ്റിനെ ന്യായീകരിക്കില്ല. തെറ്റ് ചെയ്തു, അത് രഹസ്യമായിട്ട് നിനക്ക് കൈകാര്യം ചെയ്യാമല്ലോ. രഹസ്യമായിട്ട് കൈകാര്യം ചെയ്തോ, അതല്ലേ വേണ്ടു. രഹസ്യമായിട്ട് കൈകാര്യം ചെയ്തോ. ഈ പരസ്യമാക്കണോ? അവര് ഫോട്ടോ എടുത്തിട്ട് എല്ലായിടത്തേക്കും വിട്ട്, മീഡിയകളിൽ വിട്ട്, ഇങ്ങനെ നാണം കെടുത്തി ആകെ മൊത്തം ആരെല്ലാം അറിയണം. എത്ര അമുസ്ലിമീങ്ങൾ അറിഞ്ഞു, അത്ര പേര്, എത്ര പേരാണ് ആ ന്യൂനത രഹസ്യമാക്കി വെക്കണമെന്ന് അല്ലാഹു പഠിപ്പിച്ച, റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ആ ന്യൂനതകൾ എത്രയിടത്ത് അറിയാത്തവര് പോലും അറിഞ്ഞില്ലേ? നമ്മുടെ മൊബൈലിൽ വന്നാൽ നമ്മൾ അതോടനെ അത് കണ്ടിട്ട് ഡിലീറ്റ് ആക്കാതെ മറ്റുള്ളവനെ കൊടുക്കില്ലേ? ഇല്ല. മുസ്ലിം ഉമ്മത്ത് പഠിക്കണം, മനസ്സിലാക്കണം. ഇത് പാടില്ല. അത് ആരെയും തേജോവധം ചെയ്യാൻ പാടില്ല, ഒരു മനുഷ്യനെയും. നമ്മൾ മുസ്ലിം ആണെങ്കിൽ അബൂബക്കറിന്റെ വാക്കല്ല, ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്. അള്ളാഹിന്റെ റസൂലിന്റെ വാക്കിനെ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം ആണെങ്കിൽ നമ്മൾ അതാ മനസ്സിലാക്കേണ്ടത്. ആരാ ഹബീബ് ഇവിടെ മാന്യൻ, ആരാ ഇവിടെ നല്ലവൻ? ഓരോരുത്തരുടെ വ്യക്തിപരമായ ന്യൂനതകൾ പരിശോധിച്ചു നോക്കിയാൽ എത്ര വലിയ തെറ്റുകളാണ്. അതല്ല റഹ്മാനുർ റഹീമായ തമ്പുരാൻ മറച്ചു വെക്കുമ്പോ നമ്മൾ ഒരു രഹസ്യം ഇങ്ങനെ ചുഴിഞ്ഞന്വേഷിച്ച് അതിങ്ങനെ പരസ്യപ്പെടുത്തി നാണം കെടുത്താൻ എനിക്കെന്ത് അവകാശം ഈ ഭൂലോകത്ത്? എനിക്കെന്ത് അവകാശം? നമ്മളെ നാണം കെടുത്താനും ഇസ്സത്തിലാക്കാനും അഭിമാനത്തിലാക്കാനും അപമാനിക്കാനും കഴിവ് അല്ലാഹ്ക്ക് മാത്രമാണ്, ഒരു വ്യക്തികൾക്കുമില്ല. ആരെങ്കിലും ഭൗതികമായ ലോകത്ത് ഒരു സൃഷ്ടി തന്റെ സൃഷ്ടിയായ സഹോദരനെ അവൻ നാണം കെടുത്താനാണ്, തന്റെ സഹോദരിയെ നാണം കെടുത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ മരണത്തിനു മുമ്പ് അവൻ വീട്ടിന്റെ ഉള്ളിലിരുന്നാലും അല്ലാഹു അവനെ വലിച്ചിഴച്ച് നടു റോഡിലിട്ട് ജനങ്ങളുടെ മുന്നിൽ നിന്നെയും നാണം കെടുത്താതെ അവന്റെ റൂഹിനെ പിടിക്കുകയില്ല എന്ന് കമാ ഖാല റസൂലുള്ളാഹി. എന്തിനാ നാണം കെടാൻ പോകണം? എന്തിനു പോകണം? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഖുർആൻ ഹദീസൊക്കെ അല്ല ഇതൊക്കെ നമ്മൾ വെച്ചിട്ട് എന്തിനാ ഈ കിടന്ന് പൊങ്കാലിടാൻ പോണത്? ആരെയും ഔലിയാവണമെങ്കിൽ അതേ പറ്റുള്ളൂ, വലിയ ആവണമെങ്കിൽ അതേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഉള്ള അമല് മൊത്തം പോകും. ഇദാ ബഗദൽ മുസ്ലിമൂന ഉലമാഅഹും, മുസ്ലിമീങ്ങൾ ഉലമാക്കളോട് വിരോധം വെച്ചാൽ, അവരോട് ദേഷ്യം ഉണ്ടായാൽ, അവരെ വെറുപ്പിച്ചാൽ, വഅൽഹറൂ ഇമാറത അസ്വാഖിഹിം, ചന്തയിലെ കാര്യങ്ങളും അനാവശ്യ കാര്യങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളും പൊതുസ്ഥലങ്ങളിൽ പരസ്യമായി പറയേണ്ടി വന്നാൽ, പള്ളികളിൽ പോയാലും മദ്രസയിൽ പോയാലും വഅദിന് വന്നാലും ഏത് മജ്ലിസിൽ പോയാലും, അളിയ എന്നത് കച്ചവടം പോയ അളിയ നീ അറിഞ്ഞില്ലേ മറ്റേ അവിടെ പോയത്, അവൾ ഒളിച്ചോടിയത്, അവൻ കൊണ്ടുപോയത്, ബൈക്ക് ചെയ്യാൻ പോകുന്നത് കണ്ട് ഇന്ന് മൊത്തം നാശമാണ്, അവിടെ മൊത്തം പ്രശ്നമാണ്. ഇതെല്ലാം ഇങ്ങനെ പരസ്യമായി ചന്തയിലെ കാര്യങ്ങള് പരസ്യമായി ചർവിത ചർവണം നടത്തപ്പെടുന്ന ഒരു കാലം വന്നാൽ, പള്ളിയിൽ മൊത്തം ഇത് തന്നെയല്ലേ പരിപാടി ഹബീബേ? പള്ളിയിൽ ഹൗസിന്റെ കരയിൽ ഓതെടുക്കുന്ന സ്ഥലത്ത് ചന്തയിലെ കാര്യങ്ങൾ, അവിടുത്തെ കാര്യങ്ങൾ, ഇവിടുത്തെ കാര്യങ്ങൾ, ഇതെല്ലാം ചർച്ചകൾ മൊത്തം അല്ലേ? അവന്റെ ആരാന്റെ കാര്യം, ഏതാന്റെ കാര്യം, സുബൈക്ക് വരുന്നത് അവിടെ എന്തോ ഇതൊരു സൗണ്ട് ഇട്ട്, ഞാൻ സുബൈ നിസ്കരിച്ചിട്ട് പറയാം, അതിന് മുമ്പ് പറഞ്ഞ ശരിയാവത്തില്ല അളിയ. അതെന്താടാ? അല്ല, സുബൈ നിസ്കരിച്ചിട്ട് പറഞ്ഞാൽ ആ സുബൈയും കൂടി ഇവന് കിട്ടുള്ളൂ. അതുകൊണ്ട് ആള് നല്ല കാര്യമാണ് പറഞ്ഞത്. സുബഹിസ്കരിച്ചെങ്കിലല്ലേ അതും കൂടെ കിട്ടുള്ളൂ. പറയണ്ടേ? രാവിലെ വരുന്നതാണ്, ചോറ്റോടിച്ചോട്ട് പറഞ്ഞു വലിയ പോലെ വാ ഒരു വീട് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. കട്ടൻ മേടിച്ച് അവന്റെ കടം വാങ്ങിയിട്ട് ഇന്നലെ 3 മണിക്ക് അവിടെ നടന്ന സംഭവം ഇവിടെ വിളിച്ചു പറയാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പരസ്യമായി ചർച്ച ചെയ്യപ്പെടുക. അടുത്ത കട്ടോളി. ഇതൊക്കെ മുസ്ലിങ്ങളുടെ സ്വഭാവമാണ്. ഒന്നുകൂടെ പറഞ്ഞുതരാം.
സമ്പത്തിന് വേണ്ടി നിക്കാഹ് ചെയ്യപ്പെടുമ്പോൾ കല്യാണവും വിവാഹമാമാങ്കവും സമ്പത്തിന് വേണ്ടി ഈ മുസ്ലിം ഉമ്മത്ത് ഏതൊരു കാലഘട്ടത്തിൽ ആ നിക്കാഹ് എന്ന സമ്പ്രദായം നടപ്പിലാക്കുന്നുവോ റമാഹുമുല്ലാഹു ബിഅർബഇ ഖിസാൽ 4 കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു അവരെ പരീക്ഷിക്കുമത്രേ. 3 കാര്യം എന്തൊക്കെയാ? 1 ഉലമാക്കളെ ചീത്ത അപമാനിക്കുക. 2 ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പൊതുവായിട്ട് പറഞ്ഞടക്കുക. 3 ഫുലൂസിന് വേണ്ടി നിക്കാഹ് നടത്തുക. കല്യാണം ഫുലൂസ്. എന്താ കല്യാണം? മുസ്ലിങ്ങളുടെ കല്യാണത്തിന്റെ ആഡംബരം എന്താ? ആഡംബരം എന്താ? ഈ അടുത്ത സമയത്ത് ഒരു കല്യാണം കണ്ട് 15 കിലോ സ്വർണം. ചുമ്മാ 15 കിലോ പച്ചരി വാങ്ങുന്ന പോലെ 15 കിലോ സ്വർണം. വേറെ അടുത്ത് 200 കിലോ സ്വർണം. ഓ, ചെരുപ്പും ബ്രൈസറും അല്ല സ്വർണത്തിന്റെ. അല്ല സ്വർണത്തിന്റെ അല്ല, അവന് വേറെ എന്തായാലും പറയാ. ഇതൊക്കെ സ്വർണത്തിന്റെ സംഭവം. ഇനി അവന്റെ കയ്യിൽ ഒരു പ്ലെയറും കൊടുക്കണം, ഇതൊക്കെ ഊരി എടുക്കണമെങ്കിലേ. ഇതൊക്കെ പിന്നെ അല്ലാതെ കണ്ട് വേറെ എന്താ പറയാനല്ലാതെ ആ സംഭവം. ഇതൊക്കെ അങ്ങനെയാണ്. കാലങ്ങളൊക്കെ പോയ പോക്കെ. അതുവരെ കാണിക്കല്ല അബീവേ, അതുവരെ കാണിക്കല്ല. ഈ സാധനങ്ങളൊക്കെ സ്വർണ്ണമാക്കി വാട്സപ്പിനകത്തോട്ട് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ അങ്ങോട്ട് കാണിക്കല്ലേ. ഇങ്ങനെ വെച്ചോ, വെച്ചിട്ട് വജ്രം തിളങ്ങാണ്, ഇങ്ങനെ തിളങ്ങാണ് സംഭവം. എന്താ ഇത് സംഭവം? മുസ്ലിങ്ങളുടെ കല്യാണമല്ല ഈ കൂടുതലും ഈ ആഡംബരം. 100 കോടി 200 കോടി ഇപ്പൊ കോടിക്ക്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒരുത്തൻ അനാവശ്യമായി പണം, വീടിലാകട്ടെ കല്യാണത്തിനാകട്ടെ അനാവശ്യമായി ഒരു പണം ചെലവാക്കിയാൽ അവന്റെ പണം ഹറാമിന്റെ പണമാണ്. ആരാ പറഞ്ഞത്? മഹാനായ ഗൗസുൽ ആലം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല. നിങ്ങൾ വിശ്വസിക്കുമല്ലോ? മഹാനവർ പറഞ്ഞ വാക്കാണ്. ആഡംബര കല്യാണത്തിന് വേണ്ടി, ആഡംബര വീടുകൾക്ക് വേണ്ടി, ആഡംബരങ്ങൾക്ക് വേണ്ടി പണങ്ങൾ ഒരു മുസൽമാൻ വാരിച്ചെലവ് ചെയ്താൽ അവന്റെ സമ്പത്ത് ഹറാമിന്റെ സമ്പത്താണ്. ഹലാലായ പണം കൊണ്ട് അവൻ ഒരിക്കലും അമ്മാനമാടുകയില്ല, കളിക്കുകയില്ല. ഇല്ല ഇല്ല. പറഞ്ഞ വാക്കാണ്. ഈ കളി അത് തന്നെയാണ്. എല്ലാണ്ണും വെള്ളത്തിൽ മുങ്ങി, മലയിടിഞ്ഞു വീണ്, വീടില്ല, തിന്നാന് ഭക്ഷണമില്ല, കുടിക്കാന് വെള്ളമില്ല, ഉടുക്കാന് വസ്ത്രമില്ല. ആനയിലും ഒട്ടകത്തിലും കുതിര സവാരിയും ചെയ്തിട്ട് കല്യാണത്തിന്റെ മാമാങ്ക നടത്തുകയാണ്. ഇവന്റെ ഹബീബല്ല ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞത്. അപ്പൊ ഈ വർഷത്തെ ഖുർആനെ ഹദീസിനെ ഈ മുസ്ലിം ഉമ്മത്ത് ഉൾക്കൊള്ളാൻ തയ്യാറുണ്ടോ? പിന്നെ എങ്ങനെ ഹബീബെ മോഡി അധികാരത്തിൽ വരാത്തത്, അമിത്ഷാ അധികാരത്തിൽ വരാത്തത്? എങ്ങനെയാണ് ഹബീബെ ഇവര് നമ്മളെ പേടിപ്പിക്കാതെ? NRC എന്നും പറഞ്ഞ് ഇന്നൊക്കെ ഓടിക്കാണ്. ഓടേണ്ടി വരും മക്കളെ, ഓടേണ്ടി വരും. അന്ന് നീ കുൽഹു അല്ലാഹ് ഓത്, നിന്റെ കുൽഹു അല്ലാഹ്ക്ക് ഒരു സ്ഥാനം കാണൂല. ഫാത്തിഹ ഓതാൻ വരും ഓടിക്കാതിരിക്കാൻ വേണ്ടി. നീ അത്ത ഓതിയാലും നിന്നെ ഇവിടെ നിർത്തൂലല്ലോ. നോക്കിക്കോ, ഹത്ത ഓതിയാലും നിർത്തൂല. ചിന്തിക്കണം നമ്മൾ, മനസ്സിലാക്കണം നമ്മൾ. എന്തുകൊണ്ടാണ് ഈ ഭരണകൂടം നമ്മളെ ഇങ്ങനെ ഇത്രത്തോളം വേദനിപ്പിക്കുന്നത്? അവരെ ഒന്നും നമ്മൾ കുറ്റം പറയാൻ പാടില്ല, പറ്റൂല. ഇത് നബി തങ്ങൾ പറഞ്ഞ വാക്കാണ് ഞാൻ ഈ പറയുന്നത്. നമ്മളൊന്നും അവരെ ഭരണകൂടത്തെ നമ്മൾ കുറ്റം പറയാനേ പാടില്ല. അത് അവരുടെ ശൈലി അങ്ങനെയാണ്. നമ്മളൊന്നും പറയാൻ പാടില്ല. എന്തുകൊണ്ട്? ചിന്തിക്ക് സ്വന്തമായിട്ട്. സ്കാൻ ചെയ്യ്. 4 കാരണങ്ങൾ. ഈ 3 കാര്യം സംഭവിച്ചാൽ 4 കാര്യങ്ങൾ കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കും. നബിഗുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കാണ്. വിവാഹമാമാങ്കം ഏറ്റവും കൂടുതൽ ആരാ? മുസ്ലിങ്ങളല്ലേ? കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. ഞാൻ കാസർഗോഡ് പോയും പ്രസംഗിക്കുന്നതിനെതിരെ പ്രസംഗിച്ചിട്ട് എന്ത് ഇഷ്ടം വേറെ അടുത്ത് വേറെ ഒരു ഇതില്ല. അപ്പൊ നമ്മൾ വേണേ വണ്ടി അവിടെ ഇട്ട് അപ്പോൾ ഒത്തിരി എല്ലാം പൊട്ടിക്കുന്നത് കണ്ടിട്ട് വേണമെങ്കിൽ പോകാം. ഉസ്താദ് വേണമെങ്കിൽ കണ്ടിട്ട് പോയിക്കോട്ടെ. ഉസ്താദ് നല്ല മാങ്ങുള്ള മാമാങ്ക ഉസ്താദ്, നിങ്ങൾ കുറച്ച് നല്ല നോക്കി ഉസ്താദ്, ജോറിലുണ്ട് ഉസ്താദ്, നോക്കി ഉസ്താദ് കണ്ടിട്ട് നോക്കിക്കോളാൻ പറയുന്നത്. കണ്ടിട്ട് കല്യാണം കാസർഗോട്ടുകാർക്ക് കാണുന്നുണ്ടാ എന്നെ ഇനി അവിടെ കേട്ടു വന്നോ? കുഴപ്പമില്ല, അവർക്ക് നമ്മളോടൊരു മുഹബത്ത്. അതൊക്കെ പറഞ്ഞു അവരുടെ നാട്ടിൽ പോയി ഞാൻ പറയല്ലേ. അതല്ലേ ഈ ലൈവ് ഉള്ളതുകൊണ്ടൊന്നും പറയാനും പറ്റില്ല സംഭവം. ശരിയല്ല, അങ്ങനെയല്ലേ പറയാ? പാവപ്പെട്ടവരാ, ഭയങ്കര സ്നേഹമുള്ളവർ. ഉലമാക്കളോടൊക്കെ ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര മഹബത്തുള്ളവരാണ്. പക്ഷെ ഈ കല്യാണം കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ഇതൊക്കെ അത് വന്നിപ്പോ നമ്മുടെ നാട്ടിലും കേരളത്തിലും തെക്കൻ കേരളത്തിലും ആയിപ്പോയി. വലിയ രസം. തെക്കൻ കേരളത്തിൽ അടുത്ത സമയത്ത് നടന്ന കല്യാണം 15 കിലോ സ്വർണ്ണം. ഇത് എവിടെ നിന്ന് കിട്ടിയപ്പോ ഇതൊക്കെ? 15 കിലോ സ്വർണ്ണം. ഈ പെണ്ണ് എവിടെ കൊണ്ട് തൂക്കിയിടും സംഭവം എല്ലാം കൂടെ? എന്താ ഇത്? 30,000 രൂപ വില ഒരു പവൻ സ്വർണത്തിന്. 30,000 രൂപ വിലയാണ്. ഈ 30,000 രൂപ വില, അള്ളാഹു ഇത് എവിടെ, എങ്ങനെ ഇത് സംഭവിക്കും, എങ്ങനെ കിട്ടും? ചിന്തിക്കാനേ കഴിയില്ല.
അല്ലാഹ് പഠിച്ചവനെ 4 കാര്യങ്ങളുണ്ട് അല്ലാഹു തആല പരീക്ഷിക്കും. ഈ 3 കാര്യങ്ങൾ സംഭവിച്ചാൽ ചില ആൾക്കാർ പറയും ഞങ്ങള് സ്ത്രീ തന്നെ ഒന്നും ചോദിക്കില്ല ഉസ്താദേ, ഞങ്ങൾ സ്ത്രീ നമുക്ക് ആ പരിപാടിയില്ല, വലിയ ദീനിന്റെ ആളുകാർ വലിയ ആചാര്യ മക്കളൊക്കെ ആയിരിക്കും, വലിയ ആചാര്യ മക്കൾ ദീനൊന്നും ചോദിക്കും. നമ്മള് ഉണ്ടോ അതൊക്കെ ഹാജിയാരുടെ മക്കൾ മാതൃകയാണ് കണ്ടില്ലേ? അവസാനം അന്വേഷിച്ച് നോക്കുമ്പോ ആകെ മൊത്തം ഒരു മൂട് മോളേ ഉള്ളു, 90 കോടിയുടെ ആസ്തിയുണ്ട്. അവിടെ പോയിട്ട് പേഷന്റെ കാര്യമുണ്ടോ ഹാജിയാരെ? പേഷന്റെ കാര്യമുണ്ടോ? ആവശ്യമുണ്ടോ? കൊല്ലം മുതൽ കരുനാഗപ്പള്ളി വരെ ഹൈവേയുടെ സൈഡ് മൊത്തം സജീനയുടെ പേർക്കാണുള്ളത്. ഞാൻ ചോദിച്ചിട്ടില്ല. അവരുടെ മോൾക്ക് അവരെന്തോ കൊടുത്തോട്ടെ. അവരുടെ മോക്ക് കായലും എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന് ചോദിക്കുന്നത് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനു ചോദിക്കണം? നല്ല പിടിപാടുള്ള സ്ഥലത്തല്ലേ പോയി കയറിയത്, പിന്നെ എന്തിനു ചോദിക്കണോ? അതാണ് ഇപ്പൊ പുതിയ ഉഡായിപ്പ സിസ്റ്റം. എല്ലാം ദീൻ പറയാൻ ഉഷാറാ, പറയാനല്ലേ ഉഷാറാ. ഞാൻ പല ആജിയൊക്കെ അവരെ വിളിച്ച്, എന്താ അബീബ നിങ്ങൾ ഇത്ര വലിയ ദീനിയാണ് ഉസ്താദെ, ഞാൻ എന്ത് ചെയ്യാനാ ഉസ്താദെ, എനിക്കൊരു നിയന്ത്രണമില്ല ഉസ്താദെ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഉസ്താദെ. പിന്നെ എന്നാത്തിനാ അവനെ ഉണ്ടാക്കാൻ പോയത്? ഞാൻ ചോദിച്ചു, അത് നാണമില്ല ഇവനെ ഉണ്ടാക്കിയിട്ട് അവനെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ? നമ്മളിത് മനസ്സിലാക്കണം. ഒരു വാപ്പാക്ക് ഒരു മകനെ നിയന്ത്രിക്കാൻ കഴിയില്ല. ഈ കാണിക്കുന്ന തമ്മാടിത്തരം കണ്ടിട്ട് നിങ്ങൾ ഇതിന് കൂട്ടി നിൽക്കുന്ന ആൾ അള്ളാന്റെ മുന്നിൽ സമാനം പറയാൻ ചുമ്മാ തൊപ്പിയും താടിയും വെച്ചിട്ട് അള്ളാന്റെ മുന്നിൽ സമാനം പറയണ്ടേ? 4 കാരണങ്ങളെ കൊണ്ട് അള്ളാഹു അവരെ പരീക്ഷിക്കുമത്രേ. 1 സാമ്പത്തിക മാന്ദ്യം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുമത്രേ. ഉണ്ടോ സാമ്പത്തിക മാന്ദ്യം? നിങ്ങൾ പറഞ്ഞ വാക്കാണ് കേട്ടോ, നിങ്ങൾ പറഞ്ഞ വാക്കാണ്, മനസ്സിലാക്കണം. നല്ലപോലെ ചിന്തിക്കുക സുഹൃത്തുക്കളെ. എനിക്ക് ശേഷം ആരാണ് ഉത്തമരായ ധർമ്മിഷ്ഠർ? ആരാണവർ? ഉത്തമരായ ധർമ്മിഷ്ഠർ ആരാണ്? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, റജുലുൻ ഒരു പുരുഷനാ, അലിമ ഇൽമാ, അവൻ ഇൽമ പഠിക്കുകയും ഫനശറഹു, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും അത് വ്യാപിപ്പിച്ചു കൊടുക്കുകയും ചെയ്താൽ എനിക്ക് ശേഷം ഏറ്റവും വലിയ ഉദാരൻ അവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാനിപ്പോൾ നിങ്ങൾക്ക് പകർന്നു തരുന്ന ഈ ഇൽമുകൾ കോടാനകോടി രൂപ സദഖകൾ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് ഹബീബായ തങ്ങൾ പറയുമ്പോ വെറുതെയല്ല ഈ പാതിരാ സമയത്ത് നിങ്ങൾ ഉറക്കമിളച്ചിവിടെ ഇരിക്കുന്നത്. അള്ളാന്റെ റസൂലിന്റെ ഇൽമുകൾ, മൊഴിമുത്തുകൾ അത് നിങ്ങൾ പെറുക്കിയെടുക്കാൻ ആവേശത്തോടെ ഇരിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് എറിഞ്ഞു തരുന്ന ഈ ഉലമാക്കളുണ്ടല്ലോ, അവരാണ് ഈ സമൂഹത്തിൽ ഏറ്റവും ധർമ്മിഷ്ഠരെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, ഇവരെ യുബ്അസു യൗമൽ ഖിയാമത്തി ഉമ്മതൻ വഹദാ, നാളെ ആഖിറത്തിൽ ഇവരെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് ഒരു സമുദായം പോലെയാ, ഒരു സമുദായം പോലെയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞ വാക്കെന്താ? ഉമ്മത്തൻ വാഹിദ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഉമ്മത്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം സംസ്കരിച്ച് ഒരു ഉമ്മത്തിനെ വാർത്തെടുത്തു. ഒരു ഉമ്മത്ത് നന്നായി, ഒരു ആലിമ് നന്നായാൽ ഒരു ഉമ്മത്ത് നന്നാവും. ഒരു ഉമ്മത്ത് നന്നായി. ഈ ആലിം ഇൽമു പഠിപ്പിച്ചു കൊടുത്തതിന്റെ പേരിൽ നാളെ ഒരു ഉമ്മത്തിനെ പോലെ ഇദ്ദേഹത്തെ നാളെ ആ സ്വർഗത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, ആഖിറത്തിൽ കൊണ്ടുവരും. പക്ഷെ അദ്ദേഹം ഖബറിൽ കിടക്കുമ്പോൾ ഈ ഇൽമു ആ ഖബറിൽ അദ്ദേഹത്തിന് കൂട്ടുകാരായിട്ട് വരും. ആലിമ് കുറഞ്ഞ കാര്യമൊന്നല്ല. ആലിമുകൾക്ക് അല്ലാഹുവിന്റെ കൂലി എന്താണെന്നറിയോ നിങ്ങൾക്ക്? من تعلم علما مما يبتغى به وجه الله أعطاه الله أجر 70 نبيا أو كما قال عليه السلام.
അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, അവന്റെ പ്രീതിക്ക് വേണ്ടി, അവന്റെ പൊരുത്തത്തിന് വേണ്ടി ഇഖ്ലാസോടെ നിഷ്കളങ്കതയോടെ ഈ പാവപ്പെട്ട സമൂഹത്തിന് ഇൽമ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് കരുതി ആരൊരു പണ്ഡിതൻ, ഏതൊരു പണ്ഡിതൻ ഇൽമ പഠിക്കുന്നുവോ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു 70 പ്രവാചകന്മാരുടെ സവാബ് അല്ലാഹു ആ പണ്ഡിതന് നൽകുമത്രേ. 70 പ്രവാചകന്മാരുടെ സവാബ് അല്ലാഹുവിന് വേണ്ടി ഇൽമ പഠിപ്പിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാർ. അല്ലാഹു കൂട്ടത്തിൽ നമ്മളെയൊക്കെ പെടുത്തട്ടെ, അല്ലാഹു കൂട്ടത്തിലൊക്കെ നമ്മളെ പെടുത്തട്ടെ. വിളിച്ചവരപ്പേ ഇതൊക്കെ അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ പെടുത്തട്ടെ. കബറിൽ വരുമ്പോ കിടന്നുറങ്ങാൻ മതി. ഈ വാളൊക്കെ അവിടെ വരും. ആരൊക്കെ ഈ വാള് കേൾക്കുന്നു, ആരൊക്കെ മനസ്സിലാക്കുന്നു, നമ്മുടെ ഇഖ്ലാസ് പോലെ അതൊക്കെ അവിടെ എത്തും. അൽഹംദുലില്ലാഹ്. ഒരാൾ നന്നാവണം, മനസ്സിലാക്കണം എന്നുള്ള ചിന്തയോടുകൂടി ഈ വാള് പറയുമ്പോ അതൊക്കെ ആ കബറിലെത്തും. റാഹത്തായിട്ട് കിടന്നുറങ്ങാലോ. മുഖാത്തിൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുകയാ, ഇദൻ തഹൽ മുഅ്മിനു ഇലാ ബാബിൽ ജന്ന, ഒരു സത്യവിശ്വാസി സ്വർഗ്ഗത്തിന്റെ വാതിൽക്കലേക്ക് എത്തിയാൽ ഫയുഖാലു, അവനോട് പറയപ്പെടും, ഉദ്ഖുലിൽ ജന്നത ബിഅമലിക, നീ ചെയ്ത അമലുകൾ കൊണ്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കണേ. മറിച്ച് വഇദൻ തഹൽ ആലിമു ഇലാ ബാബിൽ ജന്ന, ഒരു ആലിം, ഒരു പണ്ഡിതൻ സ്വർഗ്ഗത്തിന്റെ വാതിൽക്കലേക്ക് എത്തിയാൽ മലക്കുകൾ വന്ന് അവരോട് പറയുകയാണ്, ഖിഫ് അലാ ബാബിൽ ജന്ന, ദയവ് ചെയ്ത് ഈ സ്വർഗ്ഗത്തിന്റെ വാതിൽക്കൽ ഒന്ന് നിൽക്കണേ. വഷ്ഫി ബിന്നാസ്, ഈ വഷ്ഫഅ ബിന്നാസ്, ഈ ജനങ്ങൾക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്ത് അവരെയും കൂടി ഒന്ന് സ്വർഗ്ഗത്തിലേക്ക് കയറ്റണേ. അവിടെ പോലെ പ്ലീസ് പ്ലീസ് പോലെ. ബാക്കി ആലിമല്ലാത്ത വ്യക്തി പോകുമ്പോ അവിടെ പറയും, നീ അമ്പൽ നിസ്കരിച്ചിട്ടുണ്ടോ, ബാത്ത് ചെയ്തിട്ടുണ്ടോ, അമ്പൽ ചെയ്തിട്ടുണ്ടോ, അതുകൊണ്ട് സ്വർഗത്തിൽ കയറ്. ഇല്ലേ, മാറിപ്പോ. ആലിമീങ്ങൾ വരുമ്പോൾ ഉഖ്റവിയായ പണ്ഡിതന്മാർ അവർ വരുമ്പോ പറയും, നീ പോലെ ആ പാവപ്പെട്ട രണ്ടുപേരെയും കൂടെ ഒന്ന് ശഫാഅത്ത് ചെയ്തിട്ട് പോ എന്ന് മലക്കുകള സ്വർഗത്തിന്റെ വാതിൽക്കൽ വെച്ച് പറയും. അത്രയും അല്ലാഹുവേ ആ കുലത്തിലുള്ള പണ്ഡിതന്മാരാക്കി മാറ്റണേ അടച്ചവനെ. അങ്ങനെ ഒരു തൗഫീഖ് എനിക്ക് കിട്ടി. ഞങ്ങളെയൊക്കെ ഞാൻ ആയിട്ട് അസീസാക്ക എപ്പോഴാ കൈപൊക്കി. പക്ഷെ അങ്ങനെയുള്ള പണ്ഡിതനാവുമ്പോൾ നിങ്ങൾ ദുആ ഇറക്കണം, നിങ്ങൾ ദുആ ചെയ്യണം. അല്ല ചുമ്മാ പ്രസംഗിച്ചിട്ട് കാര്യം വല്ല ഉണ്ടോ? നിങ്ങൾ അങ്ങനെ ദുആ ചെയ്താൽ രക്ഷപ്പെട്ടു. നിങ്ങളെയൊക്കെ ഞാൻ ചെയ്തോളാം. പള്ളിക്കുറ്റിക്കാരെ പ്രത്യേകം ആംബുലൻസ് തെളിവാണ് ഇവിടെ കിടക്കും. മനസ്സിലായില്ലേ? ഇൽമു അടിച്ച അങ്ങനെ കുറഞ്ഞ കാര്യമാണോ? ഇൽമു എന്ന് പറഞ്ഞാൽ കുറഞ്ഞ കാര്യമാണോ? ആലിമീങ്ങളോട് വിരോധം വെച്ച് പുലർത്തുന്നുണ്ട് കുറെ ആളുകൾ. ആലിമീങ്ങളോടെ ഒരു ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ വരുമ്പോൾ വാട്സപ്പില് അതില് ഇതില് മറ്റേ ചുമ്മാ ഒന്നും പറയാൻ പറ്റൂല. ഹക്ക് പറയാൻ പറ്റൂലല്ലോ. ദീനിന്റെ കാര്യം പറയാൻ ആലിമീങ്ങൾക്ക് പറ്റുന്നില്ല, പറയാൻ പറ്റുന്നില്ല. പരസ്യമായിട്ട് അവർക്ക് റാഹത്തായിട്ട് മനസ്സ് തൃപ്തിയോടുകൂടി അള്ളാഹുവിന്റെ ദീൻ പറയാൻ കഴിയുന്നില്ലല്ലോ. ആരോ തടയുന്നത് പോലെ, ആരോ തടസ്സം പറയുന്നത് പോലെ അവിടെ ഇവിടെയൊക്കെ പിടിച്ചാ പറയുന്നത്. ശരിയാ, ഞാനും അങ്ങനെ തന്നെയല്ലേ. അല്ല അങ്ങനെ പച്ചക്കും കാണാൻ പറയാൻ പറ്റുമോ? പറയണമെന്ന് ആഗ്രഹമുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? മൊത്തം ഫിത്നയും ഫസാദ്. ഇതേപോലെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹെ കാണാൻ തൂർ സീനാ പർവ്വതത്തിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? എല്ലാണ്ണം കാളക്കുട്ടിയെ വെച്ച് ആരാധിച്ച് കഷ്ടപ്പെട്ട് ആ ബനു ഇസ്രായേലികളെ മുഴുവനും ഒപ്പിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തൗഹീദിന്റെ മക്കളാക്കി മാറ്റിയെടുത്ത് സംസ്കരിച്ചെടുത്ത് കൊണ്ടുവന്ന മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൂർ സീനാ പർവ്വതത്തിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവിടെ സാമരിയുടെ നേതൃത്വത്തിൽ കാളക്കുട്ടിക്ക് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂത്തിന് കയറി ഒരു പിടിഞ്ഞു പിടിച്ച് ആര്? മൂസ നബി അലൈഹി ആറൂനെ ഏൽപ്പിച്ചിട്ട് പോയി, അനിയനെ ഏൽപ്പിച്ചിട്ട് പോയി. ഇങ്ങനെ ഇതൊക്കെ നോക്കിക്കൊണ്ട് ഞാൻ പോയി തുർസിന പർവ്വതത്തിൽ പോയിട്ട് തൗറാത്ത് മേടിച്ചോണ്ട് പറഞ്ഞിട്ട് പോയ തക്കം നോക്കി ഇവിടെ ഇടങ്ങറാക്കി കളഞ്ഞു മൊത്തം. കയറി ഒരു പിടി. നമ്മൾ അങ്ങനെയല്ല ദേഷ്യം പിടിക്കും കയറി പിടിക്കുന്ന പോലെ. ആര്? മൂസ നബി അലൈഹി സ്വലാത്തു. ആരാ മൂസ എന്നറിയാം? ഒറ്റയടിക്ക് വിധിയൊക്കെ തട്ടിയ ആളാ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കയറി ആറൂനെ കയറി ഒറ്റപ്പിടി താടിക്ക് കയറി ഒരു പിടിഞ്ഞു പിടിച്ചു. എന്താ നീ കാണിച്ചോടെ? ഇത് കണ്ടില്ല നീ എന്നൊക്കെ. അല യബ്ന ഉമ്മി ലാ തഅഖുദ് ബിലിഹ്യതി വലാ ബിറഅസി ഇന്നി ഖശീതു അൻ തഫറഖത ബൈന ബനി ഇസ്രായീല വലം തർഖുബ് ഖൗലി. എന്റെ താടിന്ന് കൈയെടുക്ക പ്ലീസ്, എടുക്ക, എന്നെ ഇടിക്ക് പിടിക്കല്ലേക്ക. ഞാനെങ്ങാണ് ഇക്ക ഇവരെടുത്തെങ്ങാണ് ഇത് അള്ളാഹുവിലേക്ക് നിങ്ങൾ അടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇതൊന്നും ആരാധിക്കലെന്ന് പറഞ്ഞ് ഇവന്മാരെല്ലാം കൂടെ തമ്മിലടിച്ച് പല ഗ്രൂപ്പുകളായി ചിന്ന ഭിന്നായിപ്പോ അത് പേടിച്ചിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്.
ഇതാണ് ഇന്നത്തെ മുസ്ലിയാക്കന്മാർക്ക് സംഭവിച്ചത്. നമുക്ക് പോയിട്ട് ഏതെങ്കിലും ഹത്ത് പറയാൻ പറ്റുമോ? പള്ളിയിൽ പോയിട്ട് അങ്ങനെ പറഞ്ഞാൽ അവിടെ എ ഗ്രൂപ്പ് കാണും, ബി ഗ്രൂപ്പ് ആണ്, സി കാണും, ബി പോസിറ്റീവ് ആണ്, ബി പോസിറ്റീവ് കാണും, എ നെഗറ്റീവ് കാണും, ഓ നെഗറ്റീവ് കാണും. ഇവരെ എല്ലാവരെയും അഡ്ജസ്റ്റ് ചെയ്തിട്ടല്ലേ മുസ്ലിയാർക്ക് പ്രസംഗിക്കാൻ പറ്റുള്ളൂ. ജുമാ അല്ല പറ്റുമോ? അല്ല, ജുമാ കഴിയുന്നതിന് മുമ്പ് മുസ്ലിയാർക്ക് കത്ത് വരും റൂമിലേക്ക്, യാ അല്ലാഹ് മാസല്ലാം അടുത്ത ജുമാ വേറെ തൈക്കാവി പോയി നടത്തിക്കുക ഉസ്താദ് എന്ന് പറയാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ നോക്കും പിടിച്ച് പലിശക്കാരെ ഇന്ന് വന്നിട്ടുണ്ടോ? ഇന്ന് പലിശയില്ല വിഷയം, ഇന്ന് പലിശയല്ല, ഇന്നത്തെ വിഷയം സ്വർഗത്തിലേക്കുള്ള പാത. പുറത്തുണ്ടോ വെള്ളടിക്കാരൻ കാക്ക ഫ്രണ്ടിൽ വന്നിരിക്കും. ഇന്ന് വല്ല സ്വർഗത്തിലെ മദ്യമാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. ദുനിയാവിലെ മദ്യം നമുക്ക് ഇന്ന് ഇവിടെ ചർച്ചയില്ല. കാരണം എന്താ, കാക്ക ഇരിപ്പുണ്ട്, ഹൽക്കി പിടിച്ച് ഹൗലി തള്ളിയിട്ട് സംഭവം തീർന്നു. പിന്നെ ചില ചന്ദനക്കുട നടക്കുന്ന പള്ളികളിലൊക്കെ പോയി മുസ്ലിം ചന്ദനക്കുടത്തെ പ്രസംഗിച്ചാല് മിമ്പറിൽ നിന്ന് അതേപോലെ പഴയ കുഴിക്കാത്ത കൊണ്ട് താക്കും സംഭവം. ആരും ചോദിക്കാനില്ല. പട്ടച്ചാര അടിച്ചുകൊണ്ട് വന്ന് മൊയിലിയാരെ മെമ്പറിൽ നിന്ന് പൊക്കിക്കൊണ്ടുപോയി ആര് ചോദിക്കാനാ? ഏത് കമ്മിറ്റിക്കാരൻ ചോദിക്കാനാണ്? വല്ലതും പറയാൻ പറ്റുമോ നമുക്ക്? ഹബീബേ, പിന്നെ ഇതേപോലെ വാതിന്റെ സദസ്സ് നമുക്ക് പറയാം. കാരണം എന്താ, അടുത്ത വർഷം നിങ്ങൾ വിളിക്കൂല, രക്ഷപ്പെട്ട് പിരിക്കണ്ടല്ലോ. ഇതുപോലെ ദീന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കല്ലോ. മെമ്പർ മെഹ്റാബുകളും അൽഹംദുലില്ലാ നല്ല അതേപോലെ പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള മഹല്ലുകളുണ്ട്. ഞാനിപ്പോ നിൽക്കുന്ന മണക്കാട് പള്ളി അൽഹംദുലില്ലാ ആ കമ്മിറ്റി അംഗങ്ങൾക്ക് വേണ്ടി അൽഹംദുലില്ലാ അവര് പറയും, ഉസ്താദ് ഹക്ക് പറഞ്ഞു, ദീന്റെ കാര്യം പറഞ്ഞു, ഖുർആൻ പറഞ്ഞു, ഹദീസ് പറഞ്ഞു, നമുക്ക് അതിനകത്തൊന്നും യാതൊരു സംശയമില്ല, വിഷമവുമില്ല, പ്രയാസമില്ല, ഉസ്താദ് സധൈര്യം പറഞ്ഞോളി. അൽഹംദുലില്ലാ അങ്ങനെ പറയാൻ പറ്റും. ചങ്കൂറ്റുള്ള 10 കമ്മിറ്റിക്കാരെ കിട്ടിയാലേ അൽഹംദുലില്ലാ നമ്മളങ്ങോട്ട് പൊളിക്കൂലേ. അതല്ലേ വേണ്ടത്. ഇതിപ്പോ ഒന്നും പറയാൻ പറ്റൂല. സംഭവം എന്താ, കമ്മിറ്റിയിലെ മെയിൻ സാധനം മറ്റേന്റെ ആളാ. പിന്നെ അങ്ങനെ പറയാൻ പറ്റുമോ വലിയവർക്ക്? ഇത് പറയാം, അവരെ നോക്കണം, ഇവരെ നോക്കണം, അങ്ങോട്ടും നോക്കണം, ഇങ്ങോട്ടും നോക്കണം, ഇതെല്ലാം നോക്കണം. എന്നിട്ട് ആൾക്കാരെ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് വാതിലൂടെ കാശ് കിട്ടുമെന്ന് പറയാം. നീ പഠിച്ച കിട്ടാവില്ല, ഞാനും പഠിച്ചത്, എനിക്ക് വാത് പറഞ്ഞൂടെ. നമ്മൾ വേറെ മൂസാ നബിയുടെ തൗറാത്തൊന്നും അല്ലല്ലോ പഠിച്ചത്. ഈ ഉയിലിയാർ പഠിച്ച കിതാബ് തന്നെ നമ്മളും പഠിച്ചത്. പിന്നെ നിനക്കെന്താ പറഞ്ഞ പറയാനൊരു ചങ്കൂറ്റമാണ്, ധൈര്യമായിട്ട് പറയണം. അള്ളാഹ് സഹായിക്കൂ. നമ്മളാരെ പഠിക്കാൻ മൊയ്തീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു വസിയത്ത് ചെയ്യാൻ പറഞ്ഞു. മക്കൾ പറഞ്ഞു മരിക്കാറായ സമയത്ത് വസിയത്ത് ചെയ്യാൻ പറഞ്ഞു. മൊയ്തീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അലൈക ബിതഖ്വല്ലാഹി വതഅത്തില്ലാഹ് വലാ തഖഫ് അഹദൻ ഇസ്വല്ലാഹ് വലാ തഖഫ് അഹദൻ. അല്ലാഹു അല്ലാതെ, അല്ലാഹുവിനെ അല്ലാതെ ഒരു മനുഷ്യനെ, ഒരു മഖ്ലൂഖിനെ നീ ഭയപ്പെടണ്ട. പിടിച്ചോളാം. മൊയ്തീൻ ശൈഖ് റളിയല്ലാഹു തആല ഉന്നിയയിലുള്ളതാ, മുഖദ്ദിമത്തുൽ ഉന്നിയയിലുള്ള സംഭവമാണ് മൊയ്തീൻ ശൈഖ് റളിയല്ലാഹു കിതാബിലെ. ആരെയും ഭയപ്പെടണ്ട, അല്ലാഹ് അല്ലാതെ ഒരു മഖ്ലൂഖിനെ നീ ഭയപ്പെടണ്ട. ധൈര്യമായിട്ട് നീ അല്ലാഹയെ ഭയപ്പെട്ട് ജീവിച്ചോ.